നമുക്കിന്ന് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാം വിത്ത് ഗ്രിൽഡ് പൊട്ടാറ്റോസ്. ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ഒരു സ്ലൈസ് മസിൽ ഫൈബറിനെ അക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ്. ഇത് ഗ്രില്ല് ചെയ്തും പാൻ ഫ്രൈ ചെയ്തും ഒക്കെ എടുക്കാൻ പറ്റും. ഇത് ഒരു മൈൽഡ് സീസണിംഗ് ആണ് ഇതിന് ഉപയോഗിക്കാറ്. സോൾട്ട്, പെപ്പർ, ബട്ടർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. മീറ്റിൻ്റെ എക്സാക്ട് ഫ്ലേവർ കിട്ടാൻ ഈ ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പി ബെസ്റ്റാണ്. ഇതുപോലത്തെ പീസസ് ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ബീഫ് സ്റ്റേക്ക് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. നമ്മളിത് റൗണ്ടിലാണ് കട്ട് ചെയ്ത് കാണപ്പെടുന്നത്, അല്ലാത്ത രീതിയിലും ചെയ്യാറുണ്ട്. കുറച്ച് പീസസ് എടുത്തിട്ട് കുറച്ച് സോൾട്ടും പെപ്പർ പൗഡറും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ ഉപ്പും കുരുമുളകും ഇതിലേക്കൊന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് ഒരു കാസ്റ്റേണിൻ്റെ പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇരുമ്പ് ചട്ടിയാകുമ്പം ആ കറക്റ്റ് ചൂട് കിട്ടും. ഓയിൽ ഒഴിച്ചതിലേക്ക് നമ്മുടെ സ്റ്റേക്ക് പീസസിനെ ഇങ്ങനെ നിരത്തി വെക്കുക. എന്നിട്ട് ഈ സ്റ്റേക്ക് പീസസിനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒന്നെങ്കിൽ ഒരു കൈ കൊണ്ട് അമർത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ കട്ടിയുള്ള സാധനം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിത് ഫ്ലിപ്പ് ചെയ്യണം. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മേലെയും ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗവും ഇങ്ങനെ മൊരിഞ്ഞ് വരണം, ബ്രൗൺ ഷെയ്ഡിൽ വരണം. സൈഡും ആ ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒലിവ് ഓയിൽ വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. കുറച്ചധികം ബട്ടർ ഈ പാനിലേക്ക് തന്നെ ഒഴിക്കുക. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ബട്ടർ കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചധികം തൈം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് സ്റ്റേക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇടുക. ഇനി ഇതിനെ ഒന്ന് ബട്ടർ ബേസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടർ ബേസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ ബട്ടറും ഈ ഫ്ലേവേഴ്സും, അതായത് ഗാർലിക്കും തൈമും എല്ലാം കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നതിനാണ് ബട്ടർ ബേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെയ്യുമ്പം ഈ ഫ്ലേവറൊക്കെ ഈ മീറ്റിലേക്ക് നന്നായിട്ട് ഇൻഫ്യൂസ് ആയി കിട്ടും. ബേസ്റ്റിംഗ് ഒരു 2-3 മിനിറ്റ് ഒന്നും ചെയ്യണം. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കണം. ആ ഗാർലിക്കും തൈമും എല്ലാം അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വരണം. തിരിച്ചിട്ടും ഇതുപോലെ ചെയ്യണം. നമ്മുടെ ബീഫ് സ്റ്റേക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. തണുക്കാനല്ല, ഇത് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് കുറച്ച് ബേബി പൊട്ടറ്റോസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു കുക്കറിലേക്ക് കുറച്ച് ബേബി പൊട്ടറ്റോസും ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തുറന്ന് നോക്കി. ഇതാണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. ഇത് ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട്. തൊലിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, അതൊരു പാനിലേക്ക് ഒഴിച്ച് വെച്ചല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ബേബി പൊട്ടറ്റോസ് ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ആ ഒലിവ് ഓയിലുള്ള പാൻ എടുക്കുക. ഇതിലേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക് ഇടുക, കുറച്ച് തൈം ഇടുക, കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ബേബി പൊട്ടറ്റോസിനെ അതിനകത്ത് ഇട്ടിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ഫ്രൈ പരുവാകുമ്പോൾ എടുക്കുക. ഇപ്പം നമ്മുടെ ബീഫ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മുടെ ബേബി പൊട്ടറ്റോസും എടുത്ത് അതിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബട്ടർ സോസ് ഉണ്ടല്ലോ, ബീഫ് കുക്കായ ബട്ടർ സോസ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റേക്ക് പീസും ഈ സോസും കൂടെ മിക്സ് ചെയ്തെടുത്ത് പൊട്ടറ്റോയുമായിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. അപാര ടേസ്റ്റാണ്. സ്റ്റേക്ക് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരു സംശയം കാണും, ഇത് വെന്ത് കാണുമോ എന്ന്. കറക്റ്റ് ടെമ്പറേച്ചറിൽ ഒന്ന് ശ്രദ്ധിച്ച് കുക്ക് ചെയ്താൽ ഈ സ്റ്റേക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. പുറമേ കുറച്ച് ബ്രൗൺ ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടും ഉള്ള ബീഫ് സ്റ്റേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ബൈ ഫ്രം ഫൗസിയ യൂസഫ്.